എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികൾ, എനിക്കും മക്കളുണ്ട്. ആ നിലക്ക് എന്റെ മക്കളെ പോലെ കരുതി ഈ നാട്ടിലെ കുട്ടികളോട് പറയുന്നു, മോളെ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അവൻ തറവാട്ടിന് നിരക്കാത്തവനാണ്, അവൻ വഞ്ചകനാണ്, അവൻ ചതിയനാണ്. മോളെ, അവന് നീ മാത്രമായിരിക്കില്ല, ഒരിക്കലും നിന്റെ മരണം വരെ അവൻ കൊണ്ടു നടക്കില്ല. നിന്റേത് കഴിഞ്ഞാൽ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ആർക്കും വേണ്ടാത്തവളായി നിന്നെ വലിച്ചെറിഞ്ഞ് അവൻ വേറെ പെൺകുട്ടികളെ നോക്കി കൊടുക്കും. കാരണം നന്ദി കെട്ടവനാണ്, ചതിയനാണ്, വഞ്ചകനാണ്. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയുന്നു, മോളെ, ആ ചെക്കന് വേണ്ടിയിട്ട്, ചെക്കൻ നിന്ന് മനഃപൂർവ്വം ഞാൻ പറയുന്നു, അവന് വേണ്ടിയിട്ട് നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ട് നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അനുഭവിച്ചിട്ട മക്കളെ നിങ്ങൾ മരിക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു അക്റമുൽ അക്റമീൻ. ആരെയാണ് മോളെ നീ ചവിട്ടിയത്? എന്റെ പെൺകുട്ടികളോട് പറയുന്നു, മക്കളെ, ആരുടെ മുഖത്താണ് നിങ്ങൾ ചവിട്ടുന്നത്? മാത്രമല്ല, നിനക്ക് വേണ്ടി ആദ്യം സ്വർണത്തിന്റെ ഒരു മോതിരം വാങ്ങിത്തന്ന നമ്മുടെ സാധുവായ ഉപ്പ, സ്വർഗത്തിലെ കവാടങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കവാടമാണ് നമ്മുടെ ഉപ്പ. പുതിയ തലമുറക്ക്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ബാപ്പയെ തിരിയാതെ പോകുന്നുണ്ട്. ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു, മോളെ, നിനക്ക് ആദ്യമായി സ്വർണത്തിന്റെ ഒരു മോതിരം വാങ്ങിത്തന്നത് അത് ഉപ്പ തന്നെയാണ്. 10-18 കൊല്ലത്തോളം പോറ്റി വളർത്തുന്നതും നല്ല നല്ല പുതിയ ആശിക്കുന്ന ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ വാങ്ങിത്തരുന്നതും മോളെ ഉമ്മയല്ല, നമ്മുടെ ഉപ്പയാണ്. പാവമാണ്, പച്ച പാവമാണ്. ഉമ്മക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും, ഉപ്പാക്ക് പലപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല. നിന്റെ കല്യാണ പ്രായം 18-20 വയസ്സാകുമ്പോഴേക്കും നിനക്ക് വേണ്ടി 25-ഉം 20-ഉം 10-ഉം പവനുണ്ടാക്കി വെക്കുന്നതും നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും മോളെ നമ്മുടെ ഉപ്പയാണ്. ആ വാപ്പയെ നാണം കടത്തി ഏതോ ഊരി ചുറ്റി നടക്കുന്നൊരു ചെക്കന് വേണ്ടി ഉപ്പയെ നാണം കടത്തി പള്ളിയിലേക്ക് പോലും നാട്ടിൽ പോലും തലപൊക്കി നടക്കാൻ കഴിയാത്ത വിധത്തിൽ വാപ്പാനെ വഷളാക്കി ഉപ്പയെ നാണം കടത്തി ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ നീ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു, മോളെ, അവന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോ ആരാണ് മോളെ നിന്നെ കാണാൻ വരുന്നത്? ഇന്നാരിന്ന സ്ഥലത്ത് പെൺകുട്ടിയുണ്ടെന്ന് കേട്ടാൽ കുടുംബത്തിൽ ആര് വരും? അയൽപ്പക്കാര് വരുമോ? അയൽപ്പക്കത്തുള്ളവർക്ക് നാശമാണ് നീ. കുടുംബത്തിന് അതിലേറെ വഷളത്തരമാക്കിയവളാണ് നീ.